അമരമ്പലം പഞ്ചായത്ത് കുടുംബയോഗം കുടുംബ കൂട്ടായ്മ എന്നീ വേദിയിൽ വെച്ച് നടത്തുന്നു എന്നറിഞ്ഞപ്പോൾ വളരെയധികം സന്തോഷവും അതിലുപരി അഭിമാനവും തോന്നുകയുണ്ടായി. കാരണം ശ്രീ എൻ എ കൽസാറിനൊക്കെ അറിയായിരിക്കും, പഞ്ചായത്ത് പ്രസിഡന്റ്, ഇവിടെ പ്രസംഗിച്ച മഹൽ വ്യക്തികൾ, ശ്രീ ബാലേട്ടൻ. ഞങ്ങളുടെ സമുദായം എന്ന് പറയുന്നത് വളരെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ എന്തുകൊണ്ട് ഇത്തരത്തിലൊരു കൂട്ടായ്മ ഉണ്ടായില്ല, എന്തിത്ര സംഘടനാബോധം ഉണ്ടായില്ല? അന്നൊക്കെ നമ്മുടെ പൂർവികരും നമ്മുടെ അമ്മമാരും സഹോദരിമാരും കാരണവന്മാരൊക്കെ ഇവിടെ ജീവിച്ചില്ലേ, ജനിച്ചില്ലേ, അഭിമാനത്തോടുകൂടി ജീവിക്കുന്നില്ലേ? ഇന്നും ഇത്തരം കൂട്ടായ്മകളുടെ ആവശ്യകത എന്തുകൊണ്ട് ഇന്ന് പ്രസക്തമാണ് എന്നതാണ് നമ്മുടെ ലക്ഷ്യബോധങ്ങളിൽ ഒന്ന്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഞാൻ ഏതാനും മാസങ്ങളായി മാത്രമേ ഈ സംഘടനയുമായിട്ട് പ്രത്യക്ഷത്തിൽ ബന്ധപ്പെട്ടിട്ടുള്ളൂ. ഈ മലപ്പുറം ജില്ലയിൽ കേരള കളരിക്കുറുപ്പ് കളരി പണിക്കർ വിഭാഗത്തിൽപ്പെടുന്ന കൂട്ടമായി ജീവിക്കുന്ന ചില സ്ഥലങ്ങളിൽ, അപൂർവ സ്ഥലങ്ങളിൽ ഒന്നാണ് മുപ്പട്ടുംപാടം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുപോലെ തന്നെ കുറ്റിപ്പുറം, പൊന്നാനിയിലെ മലപ്പുറത്ത് കുറച്ച് വീടുകള് ഇത് കഴിഞ്ഞു. പിന്നൊക്കെ പഞ്ചായത്തിൽ ഒരു കുടുംബം, രണ്ടു കുടുംബം മാത്രമാണ്. കാരണം എന്തായിരുന്നു? പണ്ട് ആദ്യത്തെ കാലത്ത് സവർണ മേധാവിത്വത്തിന്റെ കാലത്ത് അവർക്ക് ആവശ്യമായിരുന്നു ഒരു ജ്യോത്സ്യൻ. ആ ജ്യോത്സ്യന് കൂടാതെ അവിടെ അലക്കാൻ വെളുത്തേടൻ വേണം, വിളക്കത്ര വേണം, മണ്ണാൻ വേണം, ആശാരി വേണം, മുഷാരി വേണം, കരുവാൻ വേണം, തട്ടാൻ വേണം. അത് അവരുടെ ആ സങ്കുചിതമായ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള ഉപകരണങ്ങൾ മാത്രമായിരുന്നു ആ കാലഘട്ടത്തിലുണ്ടായിരുന്നത്. എന്നാൽ കാലഘട്ടമാറുകയും ആവശ്യങ്ങൾ വളരെ കൂടുതൽ പെരുകുകയും ചെയ്ത കാലഘട്ടത്തിൽ ഈ തൊഴിലിന് പ്രാമുഖ്യം ഉള്ള ജാതി സംഘടനകളുടെ പ്രാധാന്യം നശിക്കുകയോ അല്ലെങ്കിൽ അഥവാ കുറയുകയോ ചെയ്തു. ഞങ്ങളുടെ സമുദായത്തിനും അത്തരത്തിലുള്ള ചില അപജയങ്ങൾ നേരിട്ടതാണ്. ഞങ്ങളുടെ പൂർവികർ ജ്യോതിഷം കുലത്തൊഴിലായി ജീവിച്ചിരുന്നവരാണ്. ഇടക്കാലത്ത് വെച്ച് ജ്യോതിഷ പഠനം അല്ലെങ്കിൽ ജ്യോതിഷ അഭ്യസനം വളരെ മോശപ്പെട്ട ഒരു ജീവിത ഉപാധിയാണ് എന്ന് പലരും ധരിക്കുകയും അതിന്റെ ഫലമായി സ്വന്തം കുട്ടികളെ മറ്റു ജോലികളിലേക്ക് വിടുകയും ചെയ്തു. തൽഫലമായി ഈ ജ്യോതിഷം എന്ന മഹാശാസ്ത്രം കൈകാര്യം ചെയ്യാനുള്ള തയ്യാറെടുപ്പ് ഇല്ല.